എന്തൊരു നല്ല കാര്യം വന്നാലും അവിടെ വരും പാര, അവിടെ വരും രാഷ്ട്രീയം, മറ്റെല്ലാ കാര്യങ്ങളും കൊണ്ട് അങ്ങോട്ട് ആ പ്രശ്നത്തിന് അങ്ങോട്ട് വികൃതമാക്കി കളയുന്നൊരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. ഇത് തുടങ്ങിയ ആളുടെ പേര് നോക്കിയിട്ട് ആ പേര് ഏത് വ്യക്തിയാണ്, അയാൾക്ക് എവിടെയാണ് നോക്കിയിട്ട് അതിനെ വിലയിരുത്തുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിരിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ, ഹൃദയാഘാതങ്ങൾ, പക്ഷാഘാതങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ലിവർ സിറോസിസ് പോലത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയാണ്. ഈ ജീവിതശൈലിയിൽ ഒരു മാറ്റം വന്നാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുള്ളൂ. ആ രക്ഷപ്പെടാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി പല മൂവ്മെൻറ്റ്സും വരാറുണ്ട്. അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് വന്ന ഒരു എക്സസൈസ് കൂട്ടായ്മ അപ്പുറം ഒന്നും അത് കാണുന്നില്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു മേക്സവൻ്റെ എക്സസൈസ് ഇവിടെ വെച്ച് ഞാൻ ചെയ്യുകയാണ്, വീഡിയോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ വിവാദിച്ചതിൽ എന്താണ് ഇതിൽ മനുഷ്യർക്ക് വിരുദ്ധമായിട്ടുള്ളത് എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് കൂടി ഞാനത് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യം പറയാമെന്നേ ഉള്ളൂ. എനിക്കറിയാം മെക്സവനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് മെക്സവൻ്റെ ഒരു പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നമ്മളെ മഞ്ചേരി വെച്ചിട്ടാണ്. മഞ്ചേരി മലപ്പുറം ജില്ല എന്താ പറയുക, മഞ്ചേരി മുനിസിപ്പാലിറ്റി എന്ത് ചെയ്യാണ്, ഹെൽത്ത് പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ മെക്സവൻ്റെ എക്സസൈസ് പ്രോഗ്രാമുകളും കളക്ടർ മുന്നോട്ട് വെച്ച 3G നെല്ലിക്ക പ്രോഗ്രാമും ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ വാർഡുകളിലും എന്ത് ചെയ്യാണ് ഈ മെക്സവൻ്റെ എക്സസൈസ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരോട് ചെയ്യുന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള ഈ മെക്സവൻ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നൊരു എക്സസൈസ് കൂട്ടായ്മയാണ്. നമ്മൾ അറിയുന്ന ബ്ലൂ സോൺ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന ഏരിയകളിലൊക്കെ തന്നെ ഇതുപോലെ വ്യായാമം ചെയ്യുന്ന കൂട്ടായ്മകളൊക്കെ ഉണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതൊക്കെ രാവിലെ എഴുന്നേറ്റ് കില്ലിയും കോലും കളിക്കുക, പോയി നീന്തുക, ഇതുപോലൊക്കെ ഉള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ പുതിയൊരു ന്യൂ ജനറേഷൻ ഫോർമാറ്റിലേക്ക് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിൽ യാതൊരു വിധ മറ്റ് സംഭവങ്ങളില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അവർ ഒരു പ്രോഗ്രാം ഇതിൻ്റെ മെയിൻ ആളെ തന്നെ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അദ്ദേഹം പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഇതിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, വളരെ ആവേശത്തോടെ ഗുഡ് മോർണിംഗ്. അവിടെ ഒരു ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും, എല്ലാവരും പറയുന്നത് ഇവർ ദൈവവിശ്വാസത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്ന വേദിയാണെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരെ ഓം ശാന്തി ഓം, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, ഈശോ സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞല്ലേ തുടങ്ങേണ്ടത്. അതല്ല തുടങ്ങുന്നത്. ഗുഡ് മോർണിംഗ് എന്നുള്ളൊരു മെസ്സേജ് വെച്ച് തന്നെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഇതിൻ്റെ മെയിൻ ആൾ തന്നെ തുടങ്ങുന്നതാണ് സലാഹുദ്ദീൻ സാർ എന്നാണ് പേരെന്ന് പറഞ്ഞാൽ. എനിക്ക് കറക്റ്റൊന്നും അറിയില്ല, ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നതും വ്യായാമത്തിൻ്റെ ഒരു കൾച്ചർ നാട്ടിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി, ഏറ്റവും വലിയ പൊളിറ്റിക്സ് എന്നുള്ളതൊക്കെ അത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി, പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനും നമ്മൾ ലാബിലൊട്ടിക്കരുത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മീയതയാണ്. ആത്മീയത വളരെങ്കിൽ ആരോഗ്യമുള്ള ശരീരം വേണം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി സാമൂഹികമായി ചെയ്യുക എന്നുള്ളതാണ്. അത് വേണമെങ്കിലും അതിനും എന്ത് വേണം, ആരോഗ്യമുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടാവണം. അതിന് വ്യായാമം മുറ പോലെ ചെയ്യണം. അതുപോലെ ഒരു കൾച്ചർ പ്രത്യേകിച്ച് ജീവിതശൈലി കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ജില്ലകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു കൂട്ടായ്മയോട്, അവരാരാണെന്നറിയാതെ അറിയാതെ ഇത്തരം കൂട്ടായ്മകൾ, ഇനി അവരെ കൂട്ടായ്മ മോശമാണെങ്കിൽ ആ കൂട്ടായ്മേൻ്റെ പേരങ്ങ് മാറ്റിക്കും. മെക്സവൻ എന്നുള്ളത് MEC4 MEC5 ഇനി നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ സംഘടനയുടെ പേര് വെച്ചാണോ ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലൊരു ലാബിലങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. ഇതുപോലെ സാമൂഹികമായിട്ടുള്ള വ്യായാമം ചെയ്യുന്ന കൂട്ടായ്മകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ഇവിടെ ആവശ്യം. അത് ആര് ചെയ്തു എന്നുള്ളതല്ല, അത് ചെയ്യുക എന്നുള്ളതാണ്. തൽക്കാലം എനിക്കിന്നിപ്പോൾ വ്യായാമം ഇവിടെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് വ്യായാമം ചെയ്യാം. ഈ കണ്ടൻറ്റ് മാത്രം ഞാനിപ്പം വിട്ടുതരികയാണ്. MEC7 വ്യായാമം എന്തായാലും ഇന്ന് ഞാൻ ചെയ്യും. എനിക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യും. എന്നിട്ട് ഞാൻ അത് ഇതുപോലത്തെ വ്യായാമ കൂട്ടായ്മകൾക്ക് സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് കാണിച്ചു തരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും സമയമില്ലെങ്കിലും അതിൽ ആദ്യത്തെ ഒരു എക്സസൈസ് മാത്രം ഞാൻ കാണിക്കാം. ജമ്പിങ് ജാക്സ്. ഫസ്റ്റ് എക്സസൈസ് ജമ്പിങ് ജാക്സ്. പക്ഷെ ഒരു വാമപ്പ് ഇല്ലാതെ ജമ്പിങ് ജാക്സ് തുടങ്ങാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മുമ്പിലുണ്ട്. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ചെറിയൊരു നടത്തൊക്കെ നടന്നിട്ട് ജസ്റ്റ് വാമപ്പ് ചെയ്താൽ ഓക്കെയാണ്. അപ്പോൾ വാമപ്പ് ആദ്യം കുറച്ച് ചെറിയൊരു നടത്തൊക്കെ നടന്നിട്ട് നേരെ ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ.